സാർ ഇവിടെ ഉണ്ടോ? സാറോ? കക്ഷി അകത്ത് ഡിസ്ക്രിയേഷനില്ല. ഇപ്പൊ കാണണ്ട, ചർച്ച ചെയ്യാനവിടെ. ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് നീ രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല സാർ. എന്നും നന്ദിയുള്ളവളായിരിക്കും. നന്ദി ആർക്ക് വേണം? നീ ഇരിക്കേ, പറയാം. നിങ്ങൾ പോയി ചായയെല്ലാം കുടിച്ച് എനിക്കൊരു ബീഡിയും വാങ്ങി വാ, പയ്യ വാ. സാറേ അല്പം ചൂടിലാണ് അകത്ത്. നിങ്ങളാ? ഞാൻ മാമൻ, അമ്മാവൻ, കട്ടിയുടെ. മോള് വന്നു. സാർ എന്തൊരു പറഞ്ഞു മോളെ? ശ്രീകുമാരന്റെ വീടാണോ ഇത്? യെസ്. യാരിനി? ശ്രീകുമാരനെ ഒന്ന് കാണണം. ഓക്കെ, പാർത്താൽ പശി തീരും. വെയിറ്റ് പണ്ണുങ്കോ. ഒരു മലയാളിയായ നിങ്ങൾ തമിഴ് ഭാഷയെ ഇങ്ങനെ കൊന്നു കുടിച്ചു മൂടണോ? എനിക്ക് മലയാളം വരവേ വരാത്. ആ, നമ്മ പൊണ്ണ് രതിയുടെ പടം പാത്തിരിക്കുന്നീങ്ങളാങ്ങളോ? ഇല്ല, ഞാൻ സിനിമ കാണാറില്ല. എല്ലാരും ചൊല്ലണം, അന്ത ചെട്ടിയാർ ഒരേ പല്ലവി, ഇതുതാം പേജ്, എന്നോട് മുഖം. നിർത്തണം. നിങ്ങളുടെ മോന്ത കാണാനല്ല ഞാൻ വന്നത്. ശ്രീകുമാറിനെ വിളിക്കണം. വിളിക്ക മാട്ടീ. ടൈമാകാതെ. ശരി, എന്നാൽ സമയമാകുമ്പോ നിങ്ങൾ ഈ കത്ത് ശ്രീകുമാറിന്റെ കയ്യിൽ പിടിച്ചാൽ അവന്റെ അച്ഛന്റെ കത്താണ്. ഞാൻ അവന്റെ അമ്മാവൻ. നീ വായിക്കാനൊന്നുമില്ല. എനിക്കിവിടെ നാട്ടിലൊന്ന് പോണം. എന്താണ് ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. ഞാനും കൂടി അറിയട്ടെ. എല്ലാം നിന്നെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടിയാലും എനിക്കത് അറിഞ്ഞേ തീരും. അതിന് നീ എന്റെ ഭാര്യയാണ്. ഇനി ഭാര്യയാകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. ടേക്ക് ഇറ്റ് ഈസി. നടിയാണെങ്കിലും നായെപ്പോലെ അലഞ്ഞിട്ടില്ല. ആദ്യ അവസാനം ഈ ആളിന്റേത് മാത്രമാകണമെന്ന് ആശിച്ചു. അല്ലാതെ വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാലിശമായി ചിന്തിക്കാതിരിക്കും. എന്നുമെന്നും ഞാൻ നിന്റേത് മാത്രമായിരിക്കും. ചേട്ടാ. രതി, വസന്തം പൊട്ടിവരിയുന്ന നിന്റെ മന്ദഹാസം എനിക്ക് മറക്കാൻ കഴിയും. മറന്നോ? ഇനി പാർട്ടിക്ക് പോണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. കമാൻ, വേഗം ഡ്രസ് ചെയ്യും. കുമാർ, ഞാൻ നേരത്തെ നിന്നെ കാണാൻ വന്നിരുന്നു. രാഘവമാവൻ വല്ലതും കഴിച്ചു? കഴിച്ചു. എങ്കിൽ കിടന്നുറങ്ങണം. ഞാൻ ഉറങ്ങാൻ വന്നതല്ല. എന്നാൽ എനിക്ക് ഉറങ്ങണം. കുമാർ, ഈ രാത്രിയാമങ്ങളിലും നിന്നെ ഇവർ തുണർന്നിരിക്കുന്ന കുറെ മനുഷ്യജീവികളുണ്ടോ ഇവിടെ? വേദാന്തം പറയാനാണോ രാത്രി വന്നത്? വേദന പറയാനാണ്. വേദന കേൾക്കാൻ എനിക്ക് സമയമില്ല. വരൂന്നേ, നമുക്ക് ഉറങ്ങാം. കുമാർ, നീ ഉറങ്ങിയാൽ നിന്നെ ഞാൻ ഉണർത്തും. ഇയാൾ ആരാ? നീ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. നീയോ? പിന്നെ രാജ്ഞിയോ? ഇത്തരം അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങൾ മദിരാശിയിൽ ധാരാളമുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചേട്ടാ, ചേട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ കെട്ടവൻ നീയാണടാ. എടാ, നീ ഇത്ര അധപ്പതിച്ചവനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഓ, ഇവളോടൊപ്പമാണോ നിന്റെ ജീവിതം? ഇനി ഇത് ആവർത്തിക്കരുത്. മംഗലശ്ശേരി പത്മനാഭൻ തമ്പിയുടെ മകൻ ഒരു വേശിയുടെ കാവൽ പട്ടിയോ? നീ അടിച്ചതിൽ എനിക്ക് ദുഃഖം. നിന്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഒരു കാലത്ത് ഒരുപാട് അടി ഞാൻ കൊണ്ടിട്ടു.
നിന്റെ അധപ്പതനും കാണാനുള്ള കരുത്തെനിക്കില്ല കുഞ്ഞ്. ഞാൻ പോകുന്നു. നീ ഒരു ഭാര്യയായപ്പോ നിന്നിൽ എന്തൊക്കെയോ കുറഞ്ഞത്. എന്നും ഞാൻ കാമുകയായിരിക്കണം. നീ എന്നും എന്റെ കാമുകിയായിരിക്കും. ശ്വാസം മുട്ടുന്നു. എന്നിലെ ഞാനും നിന്നിലെ നീയും ലയിച്ചൊന്നായിരുന്നെങ്കിൽ. കൊതിയൻ കടിച്ചു തിന്നാൻ പോവുകയാണോ? ഇന്നോടെ ലോകം അവസാനിക്കില്ല. മാറ്റി ആ, നമസ്കാരം. ആ കോലപ്പനോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സാറിനെ ഒന്ന് കാണാനാണ് വന്നത്. ഇരിക്കും. ഞാനിവിടെ നിന്നോളാം. എന്നെ കാണാനാണ് വന്നതെങ്കിൽ ഇരുന്ന് സംസാരിക്കണം. ഇനി കാര്യം പറയൂ. ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഞാനിപ്പോ വെറും സപ്ലയർ കോലപ്പനല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ചെയർമാനാണ്. ഓഹോ, നല്ലത്. അശ്വതി ഫിലിംസ് ചെട്ടിയാര് ഒരു പുരാണ പടം എടുക്കുന്നതായി അറിഞ്ഞു. ധാരാളം ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടിവരും. സാറാണ് സംഭാഷണവും ഗാനങ്ങളും എഴുതുന്നതായും അറിഞ്ഞു. സാറ് ചെട്ടിയാരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ചാൻസ് എനിക്ക് കിട്ടിയേനെ. താൻ ചെട്ടിയാരെ പോയി കാണൂ. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ പിന്നെ കോലപ്പൻ പഴയ സ്വഭാവം ഒന്നും കാണിക്കരുത്. മോഷണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മോഷ്ടിക്കില്ല സാർ. അസൂയക്കാർ ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ പറയുന്നതൊന്നുമല്ല. സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് കുറെ കേബിളും ഇലക്ട്രിക് സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ച വിവരം എനിക്ക് അറിവുള്ളതാണ്. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കും. രതി, രതി, കോലപ്പന് കാപ്പി കൊടുക്ക്. നമസ്കാരം. എനിക്ക് കാശ് അതൊന്നും വേണ്ട. വേണ്ട കാശ് തന്നേ പറ്റൂ. കാശ് അത് വേണ്ട. ഞാൻ കുറെ കണ്ടത് അതിനെയൊക്കെ. ശബ്ദം ഉണ്ടാക്കരുത്. കോപിക്കുന്ന എന്തിനാ? ജോലി ചെയ്ത പണം താ, ഞങ്ങളങ്ങ് പോയേക്കാം. അന്നെനിക്ക് കയ്യിലെ പുതുവാ എങ്കിലും തന്നാ. കണ്ടിയൂർ സരസ്വതി അങ്ങ് പൂരിന്ന് കൊണ്ടുവന്നതാ. പൂരിന്നോ? അല്ലടി പെണ്ണെ, സിംഗപ്പൂരിന്ന്. റോമിയോ. സമയം എന്തരായെന്നാ? നിന്റെ കണ്ടിക്കുരുവോ? എന്താ നോക്ക്. നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് ആവശ്യം ഭാര്യയെ, നടിയെ. എന്താണ് നടിയെന്ന് പറയുമ്പോൾ ഒരു പുച്ഛം? പുച്ഛം എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ. അഭിനയ രംഗത്തേക്ക് തിരിച്ചു പോകാനല്ല ഞാൻ ഭാര്യയായത്. സിനിമയിൽ ചേട്ടനിന് ചാൻസ് കുറവ്. സാമ്പത്തികമായി നമ്മൾ തകർന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ചാൻസുകൾ ഞാൻ സ്വീകരിക്കും. 4-5 വർഷം നടിയല്ലാതെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കുറവുണ്ടായി? കുറവേ ഉള്ളൂ. 4 പേരുടെ മുന്നിൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് നടക്കാൻ ഒക്കാതെയായി. ഫോറിൻ വേഷങ്ങളിൽ ലിപ്സ്റ്റിക് പണിഞ്ഞ് ഇന്റിമേറ്റും പൂശി നടക്കുന്നതാണോ സ്റ്റാറ്റസ്? കവിതയും തത്വശാസ്ത്രമല്ല ജീവിതം. എനിക്ക് എന്റേതായ ജീവിത തത്വശാസ്ത്രമുണ്ട്. അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. നീ എന്റെ ക്ഷമ പരിശോധിച്ച് നോക്കിയോ? നീ എവിടെ നിന്ന് വന്നു? ഇപ്പോഴെവിടെ നിൽക്കും? എല്ലാം ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. എന്നോളം കഴിവില്ലാത്തവർ ഇന്ന് സിനിമാ രംഗത്ത് ഉന്നതരായി. എന്റെ ഭാവി നശിച്ചു. നിന്റെ ശോഭനമായ ഭാവിക്ക് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഗഫൂർ, ഇയാൾ ഖാദർ. ഞങ്ങൾ ദുബായിൽ ബിസിനസ് ചെയ്യുന്നവരാണ്.
എനിക്ക് ഫോറിൻ സാധനങ്ങൾ വലിയ താല്പര്യമില്ല. വന്ന കാര്യം പറയൂ. വന്ന കാര്യം ഇത് വിഷയമാണ്. തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും സാറ് തന്നെ എഴുതി തരണം. കഥയോ? കഥ എന്റേതാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തരാം. ത്രില്ലിംഗ് സ്റ്റോറി. കൊള്ളസംഘത്തിൽ അകപ്പെട്ട ഒരു മധുര 17-കാരിയുടെ തടവറജാത്തുകൾ ഘോര സംഘടനകൾ. മതി, മനസ്സിലായി. ഇല്ല സാർ, ഇനിയുമുണ്ട്. പറയണ്ട, എഴുതി വെച്ചിരുന്നാ മതി. എഴുതാനാണ് സാറിനെ കാണാൻ വന്നത്. ഇതിൽ 2 ഹീറോസ്, ഞങ്ങൾ 2 പേരും, 2 നായികമാരും വേണം. വന്നവരോട് ഞാൻ പോകാൻ പറയാറില്ല, പക്ഷേ നിങ്ങളോട് ഞാനത് പറയും. ക്ഷമിക്കണം, നിങ്ങൾ ചെറുപ്പക്കാർ ഇങ്ങനെ സിനിമാ കമ്പം കയറി നശിക്കാതിരിക്കാൻ ശ്രമിക്കും. ഒരു ഡയറക്ടർ കേലപ്പൻ വിളിച്ചിരുന്നു. അതായത് ചേട്ടനെ അറിയുമെന്ന് പറഞ്ഞു, ഉടനെ വരുമെന്നും പറഞ്ഞു. ഇന്ന് വഴക്കില്ലേ? മോന് സാനിട്ട് കഴിച്ചു. ഇല്ല, അമ്മ ഒന്നുമില്ല. എന്റെ അമ്മയ്ക്ക് അതിനൊന്നും സമയമില്ല. സമയമുള്ള അച്ഛനുണ്ടല്ലോ, അച്ഛനും ഇതൊക്കെ ചെയ്യാം. നിനക്ക് പിന്നെ എന്താ ജോലി? ഇന്നെങ്കിലും അമ്മയച്ഛനും വഴക്കൂടല്ലേ? നിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ പണി എന്നെ കുറ്റപ്പെടുത്തലാണ്. അതിലെന്താണ് തെറ്റ്? രതി, നീ പ്രപഞ്ച രഹസ്യത്തെ പോലും തിരുത്തി കുറിക്കുക. അമ്മ എന്ന 2 അക്ഷരത്തിന്റെ മഹത്വവും ഭാര്യ എന്ന പദത്തിന്റെ പാവനത്വവും മറന്നു നീ എന്തൊക്കെയോ ആകാൻ ശ്രമിക്കും. ഹലോ മിസ്റ്റർ കുമാർ, ഹൗ യു? ഓക്കെ, ദിസ് മൈ ADC. Golappan. No, that one day. Now I the director, producer, scripter, Mr. A.L. Afan. Oh, you are? Yes, I are. Malayalam സംസാരിക്കണോ ഗോലപ്പ? Sorry, Mr. Kumar. After my touring, I always English. എനിക്ക് മലയാളം വളരെ വരാണ്. പേരൊക്കെ മതി. ആരാധകരല്ലേ K.L. Afan എന്ന് കാറ്റ് ചെയ്യുന്നു. വന്ന കാര്യം പറയണം. ബൈ മിസ്റ്റർ കുമാർ, നമ്മുടെ ഖാദർ ഗഫൂർ കമ്പൈൻസ് ഒരു പുതിയ പടമെടുക്കുന്നു. സ്റ്റോറി, ഡയലോഗ്, ഡയറക്ഷൻ, എവറിത്തിങ് ഡൂയിങ് ഐ ആം. ഈ പാവങ്ങളെയും താൻ ജാക്കിട്ടു. സോറി, ഐ ആം നോട്ട് ടൈം. സോ കഥയും സംഭാഷണവും കുമാർ തന്നെ എഴുതണം. പണം ഡബിൾ തരാം. പക്ഷേ കഥ പുറത്തു വരുന്നത് എന്റെ പേരിലായിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇല്ലെങ്കിൽ പണം കൊടുത്താൽ കൂലിക്കെഴുത്തുകാരെ ഒരുപാട് കിട്ടും. റൈറ്റേഴ്സ് കൂലീസ് എടിയിടും. ഞാൻ കൂലിക്കാരെന്ന് വിചാരിച്ചു. പണത്തിന് വേണ്ടി ഞാൻ എന്റെ പേരെ പറയാൻ വെക്കില്ല. തറവാടിത്തും അന്തസ്സും പറഞ്ഞുകൊണ്ടിരുന്ന വയറ് നിറയില്ല. അയാൾ ഡബിൾ പേയ്മെന്റ് തരാമെന്നല്ലേ പറഞ്ഞത്? കാശ് വാങ്ങിച്ചോണ്ട് എഴുതി കൊടുത്തൂടെ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. കലാകാരന്റെ ഭാര്യയായത് കുടുംബിനിയായി കഴിയാനല്ല, കലാകാരിയാകാനാണ്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ സിനിമയും കലയുമായിട്ട് എന്താ ബന്ധം? ശ്രീകുമാരൻ സാറ് കഴിവുള്ള സാഹിത്യകാരനാണ്, ശരിയാ. പക്ഷേ അദ്ദേഹത്തെ സിനിമാക്കാർക്ക് വേണ്ട. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സത്യം. വെളിച്ചത്തെടുത്ത ഇരുട്ടത്ത് കാണുന്ന കലയാ സിനിമ. നമ്മൾ ഇരുട്ടത്ത് തന്നെ തപ്പണം. ആ കോലപ്പ സാറിന്റെ ഓഫർ എല്ലാം സ്വീകരിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. രൂപരേഖ ഉണ്ടാക്കണം. അവിടെയും ചവിട്ടണം, ഇവിടെയും ചവിട്ടണം. ശ്രീകുമാരൻ സാറിന്റെ കാറിൽ സഞ്ചരിച്ച് ഈ ഫ്ലാറ്റിൽ താമസിച്ച് സാറിന്റെ ഭാര്യയായി ഇരുന്നുകൊണ്ട് നമുക്ക് പലതും നേടാം. ഞാൻ സഹായിക്കാം. കൃഷ്ണൻകുട്ടി പറഞ്ഞു വരുന്നത് ശ്രീകുമാർ സാറിനെ ചവിട്ടുപടിയാക്കിക്കൊണ്ട്
അപ്പൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു ഉയരണം. പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞതേ ഉള്ളൂ. എന്റെ ആത്മാർത്ഥത കൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാനില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ശ്രീകുമാരൻ സാറിനോട് ചില കടപ്പാടുകളൊക്കെ കണ്ടേക്കാം. അതിലൊന്നും കാര്യമില്ലെന്നേ. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. പലതും മറക്കണം.